ഇപ്പോൾ കേരളത്തിൽ ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും ഇപ്പോഴും അതിന് മുമ്പും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ UDF നേതാക്കന്മാർ, അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ള ശ്രീ കരുണാകരൻ്റെയും അതുപോലെ തന്നെ ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ അനേക നേതാക്കന്മാരുടെ മക്കളും അനേകം ആളുകൾ കോൺഗ്രസ് ഇന്ന് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതമായ കാര്യമല്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലത്തും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി 18 ലോക്സഭാ സീറ്റോടെ പശ്ചിമ ബംഗാളിലും, ആ ചെറിയ സംസ്ഥാനമാണെങ്കിലും മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിലും ഭരിക്കുകയാണ്. അതിനെല്ലാം സഹായിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും CPMൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയും അനുഭാവികൾ BJPക്ക് വന്നുകൊണ്ടാണ്. ഇവിടെ അതുകൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ അതാണ് നടക്കുന്നത്. UDFലും LDFിൽ നിൽക്കുന്ന നേതാക്കന്മാരും അണികളും ലക്ഷോപലക്ഷം ആളുകൾ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് അത്ഭുതകരമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ നിലയിലുള്ള വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലം, ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുമ്പോൾ ഇവർ രണ്ട് കൂട്ടരും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ജോയ്സിൻ്റെ കാലഘട്ടം, കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് അന്ന് കേന്ദ്രം ഭരിച്ചത് BJPയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇവിടെ MP ആണ്. അദ്ദേഹവും ഈ രണ്ട് കൂട്ടരും ചാനൽ ചർച്ചയിലും മാധ്യമങ്ങളിലും തങ്ങൾ MP എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആ അവകാശവാദം ഞാൻ സ്വാഗതം ചെയ്യാൻ കാരണം, ഈ 10 വർഷക്കാലം ഭരിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ മോദി ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ വിവേചനമില്ലാതെ ഇവിടെ ആര് ഭരിക്കുന്നു നോക്കാതെ കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് വിശേഷിച്ച ഇടുക്കിയിലെ ജനങ്ങൾക്കും കോടാനുകോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് അവരുടെയാണെന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്നത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് എന്തെങ്കിലും മറുചോദ്യമുണ്ട്. ആ ഒരു 10 വർഷം മുമ്പ് ഇവിടെ PT തോമസും അതിനു മുമ്പ് ജോയ്സ്, നമ്മുടെ ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഇവിടെ MP-മാരായിരുന്നു. 10 വർഷത്തെ UPA ഭരണകാലത്തെ 2004 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ ഇടുക്കിയിൽ എന്ത് വികസനമാണ് നടന്നത്? അന്ന് ഈ രണ്ട് കൂട്ടരും അവരെ പിന്തുണച്ച ആളുകളാണ്. എന്ത് നേട്ടമാണ് ഉണ്ടായത്? മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെയും ഒരു തീമഴ ഇടുക്കിയിലെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണിത്. ജനങ്ങൾ ഭയവിഹ്വലരായി തെരുവിലിറങ്ങുകയാണ്. UPA ഭരണകാലത്ത്, കോൺഗ്രസ് ഭരണകാലത്ത് നടന്നെങ്കിൽ ഇടുക്കിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനത്തോടെ പറയാം, 2014 BJPയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നതിന് ശേഷം മാധവ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതിൻ്റെ ശബ്ദം കേൾക്കാനില്ല, അതെടുത്ത് മൂലയ്ക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിലും പത്രങ്ങളിലും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരും ഒക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ചെന്നൈയിലെ ഒരു കമ്മിറ്റി, ഒരു പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി ഉണ്ടാകുന്നുണ്ട്. ആ കോടതിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി വരും. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരോടെ കൊണ്ട് കേസ് കൊടുക്കും. ആ കോടതിയിൽ നിന്ന് ഗ്രീൻ ട്രിബ്യൂണൽ അവിടുന്ന് കേസ് വരും. അവരുടെ അന്തിമ തീരുമാനമാണെന്നാണ്. അത് ഇടുക്കിയിലെ കൃഷിക്കാരെ പലപ്പോഴും ഭീതിയിലേക്ക് നയിച്ചിട്ടുണ്ട്, ആകുലതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കൃഷിക്കാരുടെ ഉത്കണ്ഠ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിക്കുമേൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാമെന്ന് തീരുമാനിച്ച പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ്. അതുകൊണ്ട് ആ കാർഷിക പ്രശ്നത്തിൻ്റെ പേരിൽ കൃഷിക്കാർക്ക് ഇവിടെ വലയേണ്ടി വന്നിട്ടില്ല. ഏറ്റവും അവസാനം എപ്പോഴും മണിയാശാനും ഇടതുമുന്നണിയും UDF ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ 80-ലെ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 80-ലെ വനനിയമത്തെ പറ്റി പറയുമായിരുന്നു. അതുകൊണ്ടാണ് പട്ടയം കൊടുക്കാത്തതെന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ആളുകളുടെ ഭൂമി 10, 25, 30, 40 വർഷമായി കൈവശമിരിക്കുന്ന ഭൂമിയിൽ രേഖകളും അതിൻ്റെ അനുബന്ധ രേഖകളൊക്കെ പരിശോധിച്ച് ചെല്ലുമ്പോൾ വനഭൂമിയാണെന്ന റെക്കോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭൂമികൾ വനഭൂമിയായി എടുക്കാമായിരുന്നു. അങ്ങനെ എടുക്കാൻ അധികാരം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ മതികെട്ടാനിലടക്കം ആയിരക്കണക്കിന് കൃഷിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ബലമായി അവിടുന്ന് ഈ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ 2023 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാനമായ വനനിയമം, 80-ലെ വനനിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഒരാളെയും ഇനി വനനിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇടുക്കിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇടമലക്കുടിയടക്കം ഈ രാജ്യത്തെ എല്ലാ വനനിബിഡമായ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് റോഡ് സഞ്ചാരമില്ല. അവിടങ്ങളിലടക്കം ഈ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോഡ് വെട്ടാൻ കഴിയും. ഇങ്ങനെയുള്ള കാർഷിക സ്നേഹപരമായ ഒരു പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമുള്ള ജില്ലയാണ്. ആ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ തേക്കടി ഉൾപ്പെടെയുള്ള, മൂന്നാർ ഉൾപ്പെടെയുള്ള വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബഫർ സോണിൽ
ആ ബഫർ സോണിൽ യാതൊരു തരത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി ഒരു 4-5 മാസം മുമ്പ് വന്നോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം ഹർത്താൽ നടത്തുകയുണ്ടായി. BJP പറഞ്ഞു കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഗവൺമെൻറ്റാണ്, കർഷക താല്പര്യമുള്ള ഗവൺമെൻറ്റാണ്. കേന്ദ്ര വനം മന്ത്രി തേക്കടി വന്നപ്പോൾ ഇവിടുത്തെ ബിഷപ്പുമാർ ഞങ്ങളെല്ലാവരും അവിടെ പോയി മെമ്മോറണ്ടം കൊടുത്തു. അന്ന് തന്നെ മന്ത്രി ഉറപ്പ് തന്നു, ബഫർ സോണിൻ്റെ കീഴിലുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ പാടില്ല, അല്ലെങ്കിൽ ആ നിർത്തിവെക്കണം. ബഫർ സോൺ എന്ന് പറയുന്ന ഭീഷണിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിനാവശ്യമായ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത് ആ ആപത്തിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കുകയുണ്ടായി. ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ കൃഷിക്കാരെ സ്നേഹിക്കുന്ന, കൃഷിക്കാർക്ക് പ്രയോജനകരമായ അനേക കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും ഇരുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയൊന്നുമല്ലല്ലോ, മോദിയെ വിമർശിക്കുകയും മോദിക്കെതിരെ ചോര കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണെങ്കിലും കോടാനുകോടി രൂപയുടെ വികസനം ഇടുക്കിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MP ആണ് ഇവിടെ ജയിച്ചു വരുന്നതെങ്കിൽ ഇടുക്കിയിൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഇടുക്കി എന്ന് പറഞ്ഞത് 72-ലാണ് രൂപം കൊണ്ടത്. ഇടുക്കി 72-ലാണ് രൂപം കൊണ്ടത്. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും അവികസിതമായ പ്രദേശമാണ് ഈ പ്രദേശം. തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നതാണ് ഭൂപ്രദേശം. പക്ഷേ 1955-ൽ പട്ടമ്പാണുള്ളവരുടെ ചില ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രപരമായ പ്രദേശം ഇടുക്കിയുടെ ഭാഗമായി വന്നത്. പക്ഷേ 55-ന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം മാറി മാറി ഭരിച്ചിട്ടും ഇടുക്കിയിൽ സമഗ്രമായ മാറ്റങ്ങൾ, ഇടുക്കിയിലെ പുരോഗതി ഉണ്ടായിട്ടുള്ള കൃഷിക്കാർക്ക്. നേരെ മറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അല്പം വിവാദപരമായ വിഷയമാണ്, ഈ ഭൂപ്രദേശം ഹൈറേഞ്ച് പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ ഇരട്ടി മാറ്റമുണ്ടാകുമായിരുന്നു. ഇടുക്കിയിലെ പ്രശ്നങ്ങളുടെ എപ്പോഴും അവഗണനയാണ്. ഇടുക്കിയിലെ അത് കാര്യമായി പഠിക്കാത്തവരും ഹോംവർക്ക് ചെയ്യാത്തവരും ഇടുക്കിയിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുമാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാർ.